എന്തോ പ്രത്യേകത ഇന്ത്യ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. വേറെ റേസറാണ്, ആർക്ക് എവിടൊക്കെ എന്തൊക്കെ വീട് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും നന്നായിട്ട് അറിയാം. ഇതിവിടെ വളരെ കുറവാണ്, ഇന്ത്യയിൽ തന്നെ ഭയങ്കര റയറാണ്. നമുക്ക് ഇനി ബോസിന്റെ 2 വണ്ടി ഉണ്ട്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഹായ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളെന്നുള്ളത് ബൈക്കേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് സ്പോട്ട് ആയിട്ടുള്ള ഗാരേജ് സ്യൂറൈറ്റിലാണ്. റൈഡിംഗ് ഗിയേഴ്സ് അതുപോലെ ഓഫ് റോഡ് ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ആണ്. ഇതിന്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ഹാരിസിനെ വിളിക്കാം. ഹാരിസ്, ഹായ്. ഇതാണ് ഹാരിസ്, നമ്മുടെ ഗാരേജ് സ്യൂറൈറ്റിന്റെ ഓണറാണ്. വടക്കാഞ്ചേരിയാണ് ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. ഹാരിസ് ചെറുപ്രായത്തിൽ തന്നെ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ഗാരേജിനാണ്. നമുക്ക് ഇവിടെ വന്ന ഫുൾ ആക്സസറീസും കാര്യങ്ങളും റൈഡിംഗ് ഗിയേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റേസറാണ്, ഒരു മോട്ടോക്രോസ് റേസറും കൂടിയിട്ടാണ് ആളുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ ഹെൽമെറ്റ്സും ബ്രാൻഡൊക്കെ നമ്മുടെ അടുത്ത് ഉള്ളതെന്ന് പരിചയപ്പെടാം. ആഴ്ച നമുക്ക് ഇവിടെ ഏതൊക്കെ ബ്രാൻഡ് ഹെൽമെറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് റേസിന് വേണ്ട എല്ലാവിധ ബ്രാൻഡ്സിന്റെ ഹെൽമെറ്റ്സും നമ്മുടെ ഉണ്ട്. ആൽപൈൻ സ്റ്റാർസ്, ഫോക്സ്, ഐറോ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്ന ബ്രാൻഡ്സ്. എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കൂടുതലും ബ്രാൻഡ് ഐറ്റംസ് ആയതുകൊണ്ട് വരുന്നത്. ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള SMK, ആക്സോർ അങ്ങനത്തെ അതിന്റെയൊക്കെ ഏത് മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ ആണോ അതോ എങ്ങനെയാണ്? ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. പിന്നെ വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് തരാനായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറെ ഗൂഗിൾസ് അതുപോലെ ക്യാപ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. റേസ് ഫീൽഡിലൊക്കെ കാണുന്ന ക്യാപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൂഗിൾസ് ഒക്കെ ഏതാ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഗൂഗിൾസ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് 100% ആണ്. പിന്നെ സ്കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒറിജിനൽസ് RCB 100% ഒറിജിനൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതിപ്പോ ഗൂഗിൾസ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഇപ്പൊ ഏകദേശം റിപ്ലിക്ക് രണ്ടുണ്ട് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം നമുക്കൊരു 1200 രൂപ തൊട്ട് 10,000 രൂപ വരെയാണ്. 10,000 രൂപയുള്ള ഗൂഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പൊ ക്യാപ്സും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. ക്യാപ്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മൂവ്മെന്റ് ആയിട്ടാണ് കാര്യങ്ങളാണ്. കാരണം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ക്യാപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോ വേറെ നമുക്കിപ്പോ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ചില കിട്ടാത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയും നമുക്ക് റേസിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസും ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതെ, നമുക്ക് എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 20 അല്ലെങ്കിൽ 25 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ്. ഇനി നമുക്ക് പെർഫോമൻസ് വരായിട്ട് നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്? നമുക്ക് എക്സോസ്റ്റുകൾ എല്ലാവിധ ബ്രാൻഡും ഉണ്ട്. നോറിഫൂമി, ഹോഗോ, പിന്നെ JB റേസിംഗ്, അങ്ങനെ എല്ലാ പെർഫോമൻസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും. എയർ ഫിൽറ്റേഴ്സ് നമുക്ക് BMC ഉണ്ട്. പിന്നെ എൻഗേജ് എന്നൊരു ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ കാൻഡൻ ഉണ്ട്. ഏത് ഐറ്റംസ് വേണമെങ്കിൽ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ട്. അതിപ്പോ ഏത് വണ്ടിക്ക് ഏത് സൂട്ട് ആവുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യാനുസരണം ഏതാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് വേറെ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ എയർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ദൂരത്തുനിന്നാണെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലാണ് ഓരോരുത്തർക്ക് അവർ അവരുടെ ഷോപ്പിലൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യും. ഇതിപ്പോ നമുക്കിവിടെ അടുത്ത എവിടെയുള്ള ഇപ്പൊ ഏതെങ്കിലും ബഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള വല്ല സെറ്റപ്പ് നമ്മുടെ ഗാരേജിൽ ഉണ്ടോ? എങ്ങനെയാണ്? നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡയറക്ട് ഫിറ്റ്മെന്റ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് എയർ ഫിൽറ്ററുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഈസിലി ഫിറ്റ് ചെയ്യാം. പിന്നെ റേസ് ബൈക്ക് ആകുമ്പോൾ അതിന്റേതായ പെർഫോമൻസ് ഫിൽറ്റേഴ്സ് വരും. മെക്കാനിക്സിനെ വെച്ചിട്ട് അതിന് വേണ്ട എന്തൊക്കെ ഫോളോ അപ്പ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ ഇവിടുന്ന്. അതിന് വേണ്ട എന്ത് റെഫറൻസോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ജേഴ്സീസ് ഏതൊക്കെ അതുപോലെ റൈഡിംഗേഴ്സ് ഏതൊക്കെ ബ്രാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയും. അതിപ്പോ നേരത്തെ പറഞ്ഞ റിപ്ലിക്ക് ഉണ്ട്, അതേപോലെ തന്നെ OG ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് റെപ്ലിക്കാസ് വരുന്നത് നമുക്കൊരു പ്രാക്ടീസ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ റൈഡേഴ്സിന് എപ്പോഴും ഒരു ഒറിജിനൽസ് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ ആയിട്ടുള്ള യൂസ് ചെയ്താൽ. നല്ല റേസ് ഇവന്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ ഒറിജിനൽസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട്. ഇപ്പൊ ട്രോയി, ആക്സോർ, തോർ വരുന്നുണ്ട്. ഇതെല്ലാം ഒറിജിനൽസ് ആണ്. ഇതൊരു 14,000 ഒക്കെ സ്റ്റാർട്ടിംഗ് തോറിന്റെ OG ആകുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചും വരും. OG ആകുമ്പോൾ അതിന്റെ ഒരു വെന്റിലേഷൻ കൂടും. അപ്പോൾ റേസ് ഓടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി കംഫർട്ട് ആവാൻ. അതുപോലെ തന്നെ നമുക്കിപ്പോ ഇതിലെ എല്ലാം ഈ റെപ്ലിക്ക അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ ആൽപൈൻ സ്റ്റാർസ് അതുപോലെ തോർ അതൊക്കെ ഭയങ്കര റേഞ്ചുള്ള ബ്രാൻഡാണ്. ഇപ്പൊ അതേപോലെ അതിന്റെ ഒക്കെ ഡിസൈൻ ഒരു ഒട്ടുമിക്ക ഡിസൈനിൽ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഇടുന്നവർക്കാണ് അതിന്റെ പ്രത്യേകതയും കാര്യങ്ങളും അടിപൊളിയായിട്ട് അറിയുള്ളൂ. അപ്പൊ ഈ റേസും കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന കാരണം കൊണ്ടാണ്
ഇത്രയും വ്യക്തമായിട്ട് ഇത് പറയാനായിട്ട് കാരണം. അപ്പൊ എല്ലാത്തിനും ഒരുവിധം അവൈലബിൾ ആണ് അങ്ങനെ വരുന്നത്. നമ്മുടെ റെപ്ലിക്കാസും ഉണ്ട്, ഒറിജിനൽസും ഉണ്ട്. ഒറിജിനൽസ് ആകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കംഫർട്ടും അതാണ് നമ്മൾ റേസിന് ഒറിജിനൽസ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിലിപ്പോ വരുന്ന ടീഷർട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ടീഷർട്സ് ഇതിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ നമുക്ക് ഓരോരുത്തരുടെ വണ്ടി അതുപോലെ അവരുടെ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പൊ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇത് എക്സ്പെർട്സ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ടാണ്. അതിന്റെ ഒരു ഫാൻ ബേസ് ഉള്ളവർക്ക് വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് ഹിമാലയൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങോട്ട് വരുമ്പോ പക്ക ആൽപൈൻ സ്റ്റാർസ്, അതുപോലെ ഇത് എല്ലാം ഒറിജിനൽസ് ആണ്. ഇതെല്ലാം ആൽപൈൻ സ്റ്റാർസിന്റെ ഒറിജിനൽ ആണ്. ഇത് തോറാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ജേഴ്സി ഇത് മറ്റേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്, ജസ്റ്റ് ഇതിനെന്തോ പ്രത്യേകത ഉണ്ട് കാര്യമുണ്ട്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നമുക്കൊരു കസ്റ്റം ജേഴ്സിയാണ് വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സിന്റെ നെയിം ഒക്കെ വെച്ചിട്ട് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കുന്ന റേസിന് വേണ്ടി. ഇതിപ്പോ നമ്മുടെ കമ്പനി ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈഡറിന്റെ നെയിം പിന്നെ നമ്പർ അത് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. കസ്റ്റമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു 15,000 അടുത്ത്. അതുപോലെ തന്നെ റൈഡിംഗ് ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഫോർട്സിന് വേറെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പൊ മെയിൻ ആയിട്ട് ഫോർട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്? ഒരു ഓഫ് റോഡ് ജാക്കറ്റ് ആണ്. നമ്മൾ കൂടുതൽ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്ട്രീറ്റ് യൂസിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇത് വെന്റിലേഷൻ കൂടുതലായിരിക്കും. ഓഫ് റോഡ് യൂസിന് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ നമുക്കിപ്പോ ജാക്കറ്റ്സിന്റെ റെപ്ലിക്കിംഗ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അത് എത്ര റേഞ്ച് തൊട്ടിട്ടാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ജാക്കറ്റ്സിന്റെ? ജാക്കറ്റ്സ് നമ്മൾ റെപ്ലിക്ക ചെയ്യണില്ല, കാരണം അതൊരു ഇപ്പൊ ബൂട്ട്, ചെസ്റ്റ് പാഡ്, ഹെൽമെറ്റ്, ജാക്കറ്റ് ഇതൊന്നും നമ്മൾ റെപ്ലിക്ക ചെയ്യുന്നില്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, കാരണം റേസറാണ്. ആർക്ക് എവിടൊക്കെ എന്തൊക്കെ വീണ എന്തൊക്കെ ഇഞ്ചുറീസും കാര്യങ്ങളുണ്ടാവും നന്നായിട്ട് അറിയാം. കാരണം ഒരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എത്ര കാലം പോകും. കാരണം നമ്മൾ ചിലപ്പോൾ 1,000-2,000 രൂപ ലാഭത്തിനാവും നമ്മൾ റെപ്ലിക്ക ആയിട്ടുള്ള പ്രൊഡക്ട്സ് മേടിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഒരു OG പ്രൊഡക്റ്റ് മേടിച്ച് വെക്കണമെങ്കിൽ നമ്മൾ അത്രയും സേഫ്റ്റി പക്കയാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഇനി ആക്സസറീസ് നമുക്ക് ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആണ്? ഇപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ വാട്ടർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട്, എന്നാലും ജസ്റ്റ് ചോദിക്കുകയാണ്. കുറെ ആക്സസറീസ് നമ്മൾ ഇപ്പോൾ മൊത്തത്തിലുള്ള ഡിസ്പ്ലേക്ക് വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ. ഇതല്ലാതെയുള്ള വേറെ പ്രൊഡക്ട്സ് നമ്മുടെ അവൈലബിൾ ആയിട്ടിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് കാറ്റലോഗ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും ഓൾറെഡി നമ്മുടെ അതിൽ വാട്സാപ്പിന്റെ നമ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ ജസ്റ്റ് കയറി നോക്കി കാറ്റലോഗിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. അതിന്റെ ഒപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ. ഇതിലിപ്പോൾ നമുക്ക് വാട്ടർ ബാഗും കാര്യങ്ങളും ഇത് ഫോർട്സിന്റെ ആണ്. വാട്ടർ ബാഗ് ഓരോ പ്രൊഡക്ട്സിന് പരിചയപ്പെടാം. ഇത് ഫോക്സിന്റെ ഹൈഡ്രേഷൻ ബാഗ് ആണ്. ഓക്കെ. ഇതിവിടെ വളരെ കുറവാണ്, ഇന്ത്യയിൽ തന്നെ ഭയങ്കര റെയർ ആണ്. അതാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. ഫോർട്സിന്റെ അധികം കണ്ടിട്ടില്ല. ഇത് നമുക്ക് 12 ലിറ്റർ വരുന്നുണ്ട്. 12 ലിറ്റർ കപ്പാസിറ്റി, 2 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി. 12 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി. ഒരു ചെറിയ സ്റ്റോറേജും ഉണ്ട് തോന്നുന്നില്ല, കാരണം സാധാരണ വാട്ടർ ബാഗിൽ സ്റ്റോറേജ് കുറവായിരിക്കുമല്ലോ. ഇതിൽ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഇതിപ്പോ വരുമ്പോൾ റൈഡാ. ഇപ്പോൾ വാട്ടർ ബാഗ് ഒക്കെ ഏകദേശം എന്ത് റേഞ്ച് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ഒരു ഹൈഡ്രേഷൻ ബാഗ് ആണ്. ഇത് 3,200 അടുത്ത് 3,200 ഷിപ്പിംഗ് അടക്കം ഇതുണ്ട്. ഓക്കെ. അതുപോലെ നമുക്ക് ECU ഐറ്റംസ്, ഇപ്പോൾ വണ്ടികൾക്ക് പവർ കൂടാൻ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാനായിട്ട് അങ്ങനത്തെ ഐറ്റംസ് അവൈലബിൾ ആണോ? അതെ, അതും അവൈലബിൾ ആണ്. F5 ബൈക്സിന് വേണ്ട എല്ലാ പവർട്രോണിക്സ് അങ്ങനത്തെ എല്ലാ ECU നമ്മുടെ ഐറ്റംസും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ് റേസ് വണ്ടിക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു റാലി ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വെയിറ്റ് കുറവാണ്. ഓക്കെ. അതിപ്പോൾ നമുക്ക് ഏതിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളത്? അത് എല്ലാത്തിനും നമ്മൾ സൂട്ടബിൾ ആക്കേണ്ടതാണോ, അതോ ഏതൊരു വണ്ടിക്ക് പ്രിഫർ ചെയ്തിട്ട് വരുന്നത്? ഓക്കെ, നമ്മൾ യൂണിവേഴ്സൽ ഫിറ്റ് ആണ് പ്രൊഡക്റ്റ്, ഏത് വണ്ടിക്ക് വേണമെങ്കിലും വെക്കാം. നമ്മൾ എക്സ്പെർട്സ് ആണ് കൂടുതൽ എല്ലാവരും വെക്കാറ്. അതിനുള്ള ക്ലാംസ് എല്ലാം നമ്മുടെ അവൈലബിൾ ആണ് വെക്കുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഗ്ലൗവ് കാര്യങ്ങൾ, ഇപ്പോൾ റൈഡിങ് ഗ്രിപ്പർ ഒക്കെ, അതൊക്കെ ഏതൊക്കെ കമ്പനികളിലൊക്കെ അവൈലബിൾ? ഇത് നമ്മുടെ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഷിഫ്റ്റിന്റെ ഒറിജിനൽ MX ഗ്ലൗസ് ആണ്. ഷിഫ്റ്റ് റേസിംഗ്. അതെ. ഓക്കെ. പിന്നെ നമ്മുടെ ഇത് റെപ്ലിക്കയാണ്, 100% റെപ്ലിക്ക. അതെ, ഗ്ലൗസ് ആണ്. ഇത് എല്ലാവരും യൂസ് ചെയ്യണ ഒരു ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ? ഇത് 1,500 ഒക്കെ വരും. 1,500 സ്റ്റാർട്ടിംഗ് റേറ്റ് വരും. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഫുൾ ബോഡി ഇപ്പോൾ സ്റ്റെൻഡേഴ്സിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോങ് റൈഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും റൈഡേഴ്സിനും നല്ലതാണ്, കാരണം പക്ക സേഫ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഇതിന്റെയും എങ്ങനെ സ്റ്റാർട്ടിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് സ്കോയ്ക്കോ എന്നുള്ള ബ്രാൻഡാണ്. 6,800 ഒക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ്. ഫുൾ സേഫ്റ്റി ആയിട്ടുള്ള ഫുൾ ബോഡി ആയിട്ടുള്ള ആർമർ ആയിട്ട്. ഇത് നമുക്ക് സ്റ്റെൻഡേഴ്സ് ആണ് കൂടുതലായിട്ട് സ്റ്റെൻഡേഴ്സ്, പിന്നെ റാലി യൂസിനും പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീറ്റിന്റെ നീ ഗാർഡൊക്കെ നമ്മൾ അധികം കാണാറില്ല. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള
ഐറ്റംസ് ആണോ? അതെ അതെ, ലീറ്റ് എല്ലാം ഇമ്പോർട്ടർ ആണ്. നമുക്കൊരു ബിഗിനർ റൈഡർക്ക് ഒരു നീ പാഡ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഒരു 4500 രൂപ സ്റ്റാർട്ടിങ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് നീ ബ്രേസ് ആണ്, ഒരു പ്രൊഫഷണൽ അത്ലീറ്റ്സിന് അത്രയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു 40,000 റേഞ്ച് ആണ്. ഇമ്പോർട്ട് ചെയ്യണ ഇമ്പോർട്ടർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാർസ് പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർക്കും അവരുടെ ഇപ്പോൾ ആവശ്യങ്ങളുണ്ടാകും. ചിലവരുടെ ബോഡിയുടെ ഇതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ബാർസ് പ്രിഫർ ചെയ്യില്ല. ചിലർ വണ്ടിക്ക് ഹൈറ്റ് കൂട്ടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ആയിട്ട്. അതിപ്പോ നമുക്ക് എങ്ങനെ ബാർ ഹാൻഡിൽസും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെ അവൈലബിൾ ആണ്? ഓക്കെ, നമ്മുടെ ഒരുപാട് മോഡൽസ് ബാർ ഹാൻഡിൽസ് വരുന്നുണ്ട്. റോഡ് പർപ്പസിനും വരുന്നുണ്ട്, റാലി റേസിന് ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഹാൻഡിൽ റൈസേഴ്സും കാര്യങ്ങളൊക്കെ റൈസേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, അതിപ്പോ ഏത് വേണം എന്താണെന്ന് അവര് പ്രിഫർ ചെയ്യുന്ന അല്ല അവർ പറയുന്നതിനനുസരിച്ചിട്ട് ഒരു റൈഡർ എന്താ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇനിയും ടയേഴ്സ് കാര്യങ്ങൾ ആക്സസറീസും ഗാഡ്ജറ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് വീഡിയോയില് ക്വിക്ക് ടോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗാരേജ് സീറോ ആയിട്ട് എന്നുള്ള ഇൻസ്റ്റയില് പേജ് ഉണ്ട്, അത് ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പൊ അതിലും മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇനി ബോസിന്റെ 2 വണ്ടി ഉണ്ട്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫുൾ ആക്സസറീസ് ഒക്കെ ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു എക്സ്പൾസ്, അതുപോലെ KTM അഡ്വഞ്ചർ 390 ഉണ്ട്. നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്തൊക്കെ ഇതിലിപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിന്റെ ഗാരേജിൽ തന്നെ നീ എടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിപ്പോ ഒരു ടൂറിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് റൈഡ് പോകുമ്പോഴുള്ള ആവശ്യമുള്ള എല്ലാ ആക്സസറീസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതില് പെടുന്നത് ക്രാഷ് ഗാർഡ് ആണ്. ഇത് അപ്പർ ക്രാഷ് ഗാർഡ് വരും, ഓവർ ക്രാഷ് ഗാർഡ്, ഫുൾ സേഫ്റ്റി ആണ്. ടാങ്കിൽ വരെ ഒന്നും പറ്റില്ല. ഈ ബൈക്കിന്റെ ഏറ്റവും എക്സ്പെൻസീവ് സാധനം ടാങ്ക് ആണ്. അതെ, ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആണ്. 54,000 രൂപ അടുത്ത് ടാങ്ക് റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ക്രാഷ് ഗാർഡ് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. ലെഗൻഡറി കസ്റ്റംസ് എന്ന ബ്രാൻഡാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതിലിപ്പോ ബാക്കിൽ സാഡിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളിപ്പോ ഇതിൽ സാഡിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്, സൈഡ് സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളൊരു ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നിർത്തുമ്പോൾ ചതുപ്പിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു കേരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, കേരിയർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാഗ് എന്തെങ്കിലും ലെജൻഡറി. അതെ, എല്ലാം ലെജൻഡറി ആണ്. എക്സോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇല്ല, എക്സോസ്റ്റ് സ്റ്റോക്ക് ആണ് ഈ ബൈക്കിന്റെ. സ്റ്റോക്ക് തന്നെയാണ്. ഇതിപ്പോ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ഒരു ഗാർഡാണ് വരുന്നത്, അതും അവൈലബിൾ ആണ്. സാഡിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ ഫ്രണ്ടിൽ ഈ ഗാർഡ് ഏതാ 390 തന്നെയാണോ വരുന്നത്, അതോ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ളതാണോ? ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള MX ഹാൻഡ് ഗാർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതില് ഈ ഗാർഡ് ഭയങ്കര സ്ട്രോങ് ആണ്. അലോയ് മെറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ ബൈക്കിന് നല്ല ലുക്സ് വരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും മേടിക്കാറുണ്ട്. അതേപോലെ ഇതില് വൈസേഴ്സ്, അതുപോലെ മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വല്ല വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടോ? വൈസേഴ്സ് സ്റ്റോക്ക് ആണ്. ഹെഡ്ലൈറ്റ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോങ് റൈഡ് ഒക്കെ വരുമ്പോൾ ഇത് നമ്മൾ JG എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എങ്ങനെ? നമുക്ക് ഈ ഫോഗ് ലാംപ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് റോഡിലാണ് അല്ലെങ്കിൽ ഒരു ടൗണിലൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ട് വരും. അതെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോ മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതെ, GPS മൗണ്ട് ചെയ്തിട്ടുണ്ട്. JB റേസിംഗിന്റെ മൊബൈൽ ഹോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കംഫർട്ട് ആയിട്ട് ഓടിക്കാനായിട്ട് ലോങ് റൈഡ്സ് മെയിൻ ആയിട്ട് അതാണല്ലോ ഇതിൽ മെയിൻ ആയിട്ട് നാവിഗേഷൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എക്സ്പൾസ് ഇനി നമുക്ക് നമ്മുടെ എക്സ്പൾസ് നോക്കിയാൽ എക്സ്പൾസ് കാരണം ഇപ്പോൾ എല്ലാവരെയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏതൊരാൾക്കും ഓഫ് റോഡ് ആയിക്കോട്ടെ ഓൺ റോഡ് ആയിക്കോട്ടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയിട്ടാണ്. മൈലേജ് വൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റൈഡിംഗ് ആയിട്ടുള്ള കംഫർട്ട് ആയിക്കോട്ടെ ഒക്കെ സെറ്റാണ്. അതിലേക്ക് കുറേ അഡീഷണൽ ആയിട്ട് ആക്സസറീസ് ഇതിൽ ചെയ്തിട്ട് കണ്ടു. ഇതിപ്പോൾ എങ്ങനെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ആണോ ഇതിൽ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്? ഇതിലിപ്പോൾ കസ്റ്റമായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇതിലിപ്പോൾ ഒരുപാട് ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതും എക്സ്പൾസിന്റെ ആക്സസറീസ് ആണ്. കാരണം എക്സ്പൾസ് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബൈക്ക്. പിന്നെ എല്ലാവരും ഓഫ് റോഡ് പോകുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് അഡീഷണൽ? ഇപ്പോൾ മഡ് ഗാർഡ്സ് ഇതിലിപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തേക്കേണ്ടത് ഒരു KTM-ന്റെ ഓഫ് റോഡ് മഡ് ഗാർഡ് ആണ്. KTM-ന്റെ ഓഫ് റോഡ് മഡ് ഗാർഡ് ആണ്. ഓക്കെ. ഇത് റേഞ്ച് വരുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാൻ റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിംഗ് 2000 രൂപീസിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ ഒരു ഓഫ് റോഡ് ലുക്ക് വരും. ഒരു മോട്ടോർ ബൈക്കിന്റെ ഒരു ഫെൻഡറിന്റെ ഒരു ഇതാണ്. ഓക്കെ ഓക്കെ. അതുപോലെ ടയേഴ്സ് ഓഫ് റോഡ് ടയേഴ്സിനാണ്. അതെ, ടയേഴ്സ് ഇത് ഓഫ് റോഡ് ആണ്. ഡുവൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. റാൽകോന്റെ ടയേഴ്സ് ആണ്. ഓക്കെ. ഓൺ റോഡ് ഓഫ് റോഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ അഡീഷണൽ ആയിട്ട് വൈസർ ഇതിൽ വൈസർ ചെയ്തിട്ടുണ്ട്. പ്രോ വൈസറിന്റെ ബ്ലാക്ക് വേർഷൻ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പൾസ് ചെയ്യുന്നതാണ് ഈ ഹാൻഡ് ഗാർഡ്. ഹാൻഡ് ഗാർഡ് ഒരുവിധം എല്ലാവരും ചെയ്തിട്ട് കാണാറുണ്ട്. അതെ, ഈ ഹാൻഡ് ഗാർഡ് എലോയ് അലുമിനിയം ആണ് ഇതിന്റെ
ബാക്ക് ബോൺ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നക്കിൾസ് അല്ലെങ്കിൽ കൈക്കൊന്നും പറ്റില്ല. ക്രാഷ് ഗാർഡ്സ് ഇത് നല്ല അടിപൊളി ക്രാഷ് ഗാർഡ്സ് സൂപ്പർ ക്രാഷ് ഗാർഡാണ്. അതെ അതെ, ഇത് സ്റ്റോക്ക് അല്ല, മോട്ടോ ടോർക്ക് എന്ന കമ്പനിയുടെ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ്. ഇതും നല്ലൊരു ക്രാഷ് ഗാർഡാണ്. ഇതിൽ സ്ലൈഡർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വീണ് കഴിഞ്ഞാൽ ഈ സ്ലൈഡർ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. എഞ്ചിൻ ഗാർഡിൽ എന്തെങ്കിലും വ്യത്യാസ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്? ഇല്ല, ബാഷ് പ്ലേറ്റ് എല്ലാം സ്റ്റോക്ക്. അതുപോലെ ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ ബാർസ് ഒക്കെ ഏതാ വരുന്നത്? അതിൽ ഹാൻഡിൽ റൈസേഴ്സ് യൂസ് ചെയ്തില്ല? ഇല്ല, നോർമൽ. ഇല്ല, ഇതിൽ റൈസേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ടോൾ ഹാൻഡിൽ ബാർ ആണ്, ഒരു ബാർ ഹാൻഡിലാണ്. അതെ, അതിലിപ്പോ നമുക്കൊരു 1500 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഹാൻഡിൽ ബാർ പെടും, ഗ്രിപ്സ് പെടും, ഈ ബാർ ബോട്ട് എല്ലാം. ഹാൻഡിൽ ബാർ, ഗ്രിപ്സ്, ബാർ ബോട്ട്, അത് മൂന്നും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് കോംബോ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പിന്നെ റാലി സീറ്റിൽ റാലി സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സീറ്റ് നമുക്ക് അവൈലബിൾ ആണോ? അതെ, അവൈലബിൾ ആണ്. റാലി സീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഇതിലിപ്പോ വേറെ പ്രത്യേകിച്ച് ഓയിൽ ഗാർഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതിപ്പോ റോഡ് ബൈക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഗാരേജ് 08 ആക്സസറീസും ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ ഒരുവിധം കണ്ടു. അപ്പോൾ ഇനി ഇഷ്ടം പോലെ അവിടെ ഇരിക്കേണ്ട കാര്യങ്ങളെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗാരേജ് 08 ഇൻസ്റ്റയിലുള്ള പേജും കാര്യങ്ങളൊക്കെ കയറി ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണതാണോ? അതെ, തീർച്ചയായും ചെയ്യാം. ഓക്കെ, നമ്മുടെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് എക്സ്ട്രാ ആയിട്ട് തരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ഓക്കെ, ബൈ.